നമസ്കാരം. ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. സംസ്ഥാനത്ത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ആസിയാൻ കരാർ കേരളത്തിന്റെ കാർഷിക മേഖലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആസിയാൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ഈ സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിന്റെ കാർഷിക മേഖലയെ സാരമായി ബാധിച്ചതായാണ് പഠനങ്ങൾ പറയുന്നത്. കരാർ പ്രകാരം ഇറക്കുമതി ചുങ്കം കുറച്ചതോടെ ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയായി. കുരുമുളക്, തേയില, നാളികേരളം തുടങ്ങിയവയുടെ വില തകരാൻ ഇത് കാരണമായി. കൃഷിവകുപ്പും CDSും ചേർന്നാണ് ഈ പഠനം നടത്തിയത്. ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് പരിശോധിക്കുന്നത്. PC സിറിയക്, PJ ജെയിംസ് തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം പാലക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. UPA ഭരണകാലത്ത് 2009 ആസിയാൻ കരാർ ഒപ്പിട്ടത്. തായ്ലാന്റ്, വിയറ്റ്നാം, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, ബർമ, മലേഷ്യ, ലാവോസ്, ഇന്തോനേഷ്യ, കംബോഡിയ, ബ്രൂണൈ എന്നിവയാണ് ആസിയാൻ രാജ്യങ്ങൾ. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും 5000-ഓളം ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടത്തുന്നു. 80% കരാറിന്റെ പരിധിയിൽ വന്നു. ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ചുങ്കം പടിപടിയായി കുറച്ചു കൊണ്ടുവരികയോ പൂർണ്ണമായി ഇല്ലാതാക്കുകയോ ആയിരുന്നു കരാറിന്റെ ലക്ഷ്യം. വ്യാവസായിക സേവന മേഖലകളിൽ ഇന്ത്യക്ക് നേട്ടമുണ്ടായി. എന്നാൽ ആസിയാൻ രാജ്യങ്ങളിലെ നാണ്യവിളകൾ ഇന്ത്യൻ കമ്പോളത്തിലേക്ക് ഒഴുകി. ഇതാണ് കേരളത്തിന്റെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായ കാപ്പി, കുരുമുളക്, തേയില എന്നിവയെ ബാധിച്ചത്. ക്രൂഡ് പാം ഓയിൽ, റിഫൈൻഡ് പാം ഓയിൽ എന്നിവയെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ പെടുത്തിയതും നാളികേരത്തിന് ഭീഷണിയായി. അവിടുത്തെ ഉൽപ്പാദനവും അവിടുത്തെ മണ്ണ്, കാലാവസ്ഥയൊക്കെ നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്. എന്നുവെച്ചാൽ ഉദാഹരണം ഇപ്പോൾ കുരുമുളക്, ഇന്തോനേഷ്യയിലെ ഉൽപ്പാദനം 2500 കിലോ ആണ് ഹെക്ടറിന്. വിയറ്റ്നാമിൽ 1500 കിലോ ആണ്. കേരളത്തിലും ഇന്ത്യയിലും 360 കിലോ ആണ്. അവിടെ ഫ്രീ ട്രേഡ് വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? യാതൊരു രക്ഷയില്ലല്ലോ. അവരോട് മത്സരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കരാർ പ്രകാരം ചുങ്കം കുറയ്ക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തിയ ലിസ്റ്റാണ് എക്സ്ക്ലൂഷൻ ലിസ്റ്റ്. ഇന്ത്യയുടെ എക്സ്ക്ലൂഷൻ ലിസ്റ്റിൽ മാറ്റം വരുത്തുന്നതിന് ആസിയാൻ രാജ്യങ്ങൾ നിർബന്ധിക്കുന്നു എന്നാണ് സൂചനകൾ. സേവന രംഗത്തെ ഇളവുകൾക്കായി ചരക്കുകളുടെ കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്നാണ് ആശങ്ക. KM ബിജു, മീഡിയ 1, പാലക്കാട്. ശ്രീ PJ ജെയിംസ്, കിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയെ ഏതൊക്കെ തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം ഇപ്പോൾ പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ നമ്മൾ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൻ്റെ റബ്ബർ അടക്കമുള്ള നാളികേരടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിലയിലെ ഏറ്റിറക്കങ്ങളും അടുത്ത കാലത്ത് റബ്ബറിൻ്റെയൊക്കെ രംഗത്തുണ്ടായ വൻ തകർച്ചയും. പക്ഷേ ഇതിപ്പോൾ ഒരു ഇന്ത്യയും ആസിയാനും തമ്മിലുള്ളൊരു വിഷയം മാത്രമായിട്ട് നമ്മൾ ചുരുക്കി കാണണ്ട. ഇപ്പോൾ ഇന്ന് ലോക സമ്പദ്ഘടന നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായൊരു മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ആസിയൻ, അതായത് ആസിയൻ രാജ്യങ്ങൾ, 10 ആസിയൻ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ പൊതുവിൽ സമാന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരിച്ച ഈ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിലൂടെ ഈ ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുന്ന ഒരു പ്രക്രിയ ആഗോളതലത്തിൽ തന്നെ ഇത് സാധിച്ചെടുക്കുക എന്നുള്ളത് ഈ പറയുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ഒരു താല്പര്യവും കൂടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജപ്പാൻ, ചൈന, ഓസ്ട്രേലിയ തുടങ്ങിയ സാമ്പത്തികമായി ശക്തി പ്രാപിച്ച രാജ്യങ്ങളും ഇപ്പോൾ ഈ 10 ആസിയൻ രാജ്യങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾ കൂടി വന്നതോടുകൂടി ഇപ്പം ചൈന തന്നെ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ചൈനയുടെ സമ്പദ്ഘടന വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് ലോക കമ്പോളത്തിലുണ്ടായിരുന്ന വിഹിതം പിടിച്ചു നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ഈ ആസിയൻ വിപണിയൊക്കെ തന്നെ ചൈനയുടെ സൗകര്യത്തിന് വേണ്ടി ആസിയൻ വിപണിയെ മാറ്റാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ജപ്പാനും ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് ഈ രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ആസിയൻ രാജ്യങ്ങളും തമ്മിലുള്ള മത്സരത്തിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുക എന്നുള്ളതാണ് ഒരു വശമായിട്ട്. മറ്റൊരു വശം, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 10 ലക്ഷം ടൺ പാം ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ പാം ഓയിൽ 10 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തരമായ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ നാളികേരായാലും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ഭക്ഷ്യ എഡിബിൾ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെല്ലാം തന്നെ തകരുകയാണ്. അപ്പോൾ ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഉടമ്പടി, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ നിരവധി ബജറ്റുകളിലൂടെ നമ്മൾ കാണുന്നത്, ഓരോ ബജറ്റിലും ഈ ആസിയൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന താരിഫ് നിലവാരത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ താരിഫ് നിരക്ക് കുറയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് ലോക വ്യാപാര സംഘടനയുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട്
നമ്മൾ ആഗോള വിപണിയുമായിട്ട് ഉദ്ഗ്രഥിക്കാൻ നിർബന്ധിതമായൊരു ഉദ്ഗ്രഥത്തിന് നമ്മൾ നിർബന്ധിതരാകുന്നു. മറുഭാഗത്ത് ASEAN രാജ്യങ്ങളുമായി നമ്മളെ മത്സരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലയിടിച്ച് ASEAN രാജ്യങ്ങളും തകരുന്നു, നമ്മുടെ രാജ്യവും തകരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണാൻ. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പം ഈ വരുന്ന ഓഗസ്റ്റ് 24-ാം തീയതി ഈ ഏഷ്യൻ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതായത് സമഗ്രമായ ഈ വ്യാപാര ഉടമ്പടികളെ സമഗ്രമായി പരിശോധിക്കുന്ന ഒരു ഉച്ചകോടി കോലാലംപൂരിൽ വെച്ച് ഈ വരുന്ന ഓഗസ്റ്റ് 24-ന് സമ്മേളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൂടി നടക്കുന്നതോടുകൂടി ചൈനയുടെയും ജപ്പാൻ്റെയും ഒക്കെ തന്നെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വിധേയമായി ഈ വിപണികളെല്ലാം തുറന്നു കൊടുക്കാനുള്ള ഒരു നയപരമായ തീരുമാനം തന്നെ ഈ വരുന്ന ഉച്ചകോടിയിലുണ്ടാവും. ശ്രീ പി ജെ ജെയിംസ്, ആഗോളീകൃതമായ ഒരു ലോകക്രമത്തിലാണ് നാം ജീവിക്കുന്നത്. തുറന്ന വിപണിയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒരു തുരുത്തായി മാറി നിൽക്കാൻ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് സാധിക്കുകയില്ല. ആഗോള വ്യാപാര കരാറുകൾ, സ്വതന്ത്ര വിപണി, സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതിനോട് മുഖം തിരിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഭരണാധികാരികൾക്ക്, നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ലേ? അതുകൂടി അത്തരമൊരു ചിന്തയുടെ, ആലോചനയുടെ അഭാവം കൂടിയല്ലേ ഇപ്പോൾ നാം നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം? അല്ല, അത് തന്നെയാണല്ലോ വിഷയം. അതായത് ഇപ്പോൾ ഇന്ന് ലോക വ്യാപാര കരാറും ASEAN കരാറും ഒക്കെ എന്തിന് രൂപം കൊള്ളുന്നു? ഈ കരാറുകളുടെ അജണ്ട എന്താണ്? ഈ കരാറുകൾ ആത്യന്തികമായി ലോക കാർഷിക കുത്തകളെയും അന്താരാഷ്ട്ര ചരക്ക് ഉടമ്പടികൾ, നിരവധി ഉടമ്പടികൾ, ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ മേഖലയെ നിയന്ത്രിക്കുന്ന ആഗോള കുത്തകളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവില്ല. അപ്പോൾ നമ്മൾ ആഭ്യന്തര വിപണിയെ ഊന്നുന്ന നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയെയും വ്യവസായ മേഖലയിലെയും വികസിപ്പിക്കുന്നതോടൊപ്പം ഇവിടെ ആഭ്യന്തരമായ വിപണി കണ്ടെത്തുന്ന ഒരു സമീപനം വളർത്തിക്കൊണ്ട് വരാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ഇൻവേർഡ് ലുക്കിംഗ് ആഭ്യന്തര വിപണിയിൽ ഊന്നുന്ന ഒരു നയം ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇത് പരിഹരിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഇന്നത്തെ ലോക വ്യാപാരമോ അല്ലെങ്കിൽ അതുപോലെയുള്ളതുമായിട്ട് നമ്മൾ കട്ട് ഓഫ് ചെയ്യണമെന്നല്ല പറയുന്നത്. പൂർണ്ണമായിട്ട് നമ്മളത്തെ ലോക വ്യാപാര സംവിധാനത്തിൽ നിന്ന് ലോക ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണ്ട. ഈ ലോക വ്യാപാര ബന്ധങ്ങളെല്ലാം തുടരുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സമ്പദ്ഘടനയുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഇവിടുത്തെ സുസ്ഥിരമായ, ഇവിടെ തൊഴിലും ഇവിടെ കൃഷിയും വ്യവസായവും ഒക്കെ ഇവിടെ സന്തുലിതമായി വികസിപ്പിക്കാൻ കഴിയുന്ന ദേശീയമായ ഒരു നയം ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളും ആ രൂപത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് വഴി ഇന്നത്തെ ലോക മൂലധനത്തിൻ്റെ, ലോക ഫിനാൻസ് മൂലധനത്തിൻ്റെ, ഊഹമൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് വിധേയമാകുന്ന അവസ്ഥയെ മറികടക്കാൻ കഴിയും. അല്ലാതെ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ, കാരണം ഇന്നത്തെ ഇപ്പോൾ ലോക വ്യാപാര കരാർ, ഈ ലോക വ്യാപാര കരാർ എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത്, ആഗോള മൂലധനത്തിൻ്റെ താല്പര്യങ്ങളെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ASEAN കരാർ ഉണ്ടാക്കിയിരിക്കുന്നതും ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഒരു ഭാഗത്ത് ലോക വ്യാപാര സംഘടനയുടെ കരാർ, മറുഭാഗത്ത് ASEAN കരാർ. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഈ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുകയും അവയുടെ വിപണി പരസ്പരം മത്സരിച്ചുകൊണ്ട് അവ വിലയിടിക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ഈ വിലയിടിയിലൂടെ കോർപ്പറേറ്റുകളും സാമ്രാജ്യത്വ രാജ്യങ്ങളും നേട്ടമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ PC സിറിയക്ക്, ASEAN കരാർ നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ആക്ഷേപമുയർന്നതുപോലെ തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ, കേരളത്തിൻ്റെ കാർഷിക വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്ന ഒരു കരാറായി മാറിയോ? ഹലോ, ശ്രീ PC സിറിയക്ക്, ASEAN കരാറിന്റെ അകത്ത് കുറെ അധികം കാർഷിക ഉൽപ്പന്നങ്ങൾ ചുങ്കം കുറച്ച് ഇറക്കുമതി ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി. പക്ഷെ അങ്ങനെയൊക്കെ ഇറങ്ങിയെങ്കിലും ഈ ASEAN കരാർ കഴിഞ്ഞതിൽ പിന്നെയാണ് റബ്ബറിന്റെ വിലയും മറ്റും 200 രൂപയും 210 രൂപയും 240 രൂപയും എല്ലാം ആയത്. ഇപ്പോഴത്തെ വിലയിടിവ് ASEAN കരാർ കൊണ്ടുണ്ടായതല്ല. ഇപ്പോഴത്തെ വിലയിടിവ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് ചൈനയും മറ്റു രാജ്യങ്ങളിലും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായതോടെ റബ്ബർ അവിടെ കുമിഞ്ഞുകൂടി. അത് നമ്മുടെ വ്യവസായികള് കുറഞ്ഞ വിലയ്ക്ക് അവിടെ ഇവിടെ കൊണ്ടുവന്ന് തള്ളി. നമ്മുടെ സർക്കാർ അതിന് വേണ്ട അനുവാദം നൽകി. അതാണ് കുഴപ്പം. സർക്കാർ ഇവിടുത്തെ കൃഷിക്കാരുടെ, പ്രത്യേകിച്ച് ചെറുകിട കൃഷിക്കാരുടെ ജീവസന്ധാരണം നിലനിർത്തുന്ന കാര്യത്തില് അല്പമെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇറക്കുമതിയുടെ ഈ ഒഴുക്ക് തുടർന്ന് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. UPA സർക്കാരും ശരി, അത് കഴിഞ്ഞ് വന്ന BJP സർക്കാർ കഴിഞ്ഞ 1.25 വർഷമായിട്ട് അവരും മൗനസമ്മതം എല്ലാ ഇറക്കുമതി നടക്കുകയാണ്. ഇത് ASEAN കരാർ കൊണ്ട് നടക്കുന്നതല്ല. ASEAN കരാർ ഇല്ലാതെ തന്നെ ഇപ്പം
സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാണ്. ശ്രീ PC സിറിയക്, ഇത്തരം അന്തർദേശീയ വ്യാപാര ഉടമ്പടികളുടെ ഭാഗമാകുമ്പോൾ, സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ഭാഗമാകുമ്പോൾ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചൈന തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഉടമ്പടിയിൽ ഭാഗവാക്കായ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ എങ്ങനെ സർക്കാരിന് തടയാൻ കഴിയും? അവിടെ ഈ ഉടമ്പടിയിൽ തന്നെ അതിന് വ്യവസ്ഥകളുണ്ട്. കർഷകരുടെയും മറ്റ് ഏതെങ്കിലും കർഷക മാത്രമല്ല വ്യാവസായിക ഉൽപ്പന്നമാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ നാട്ടിലെ ഉൽപാദനം ബാധിക്കത്തക്ക വിധത്തിൽ കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്ന് ചരക്ക് വന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി സേഫ് ഗാർഡ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നെല്ലാം 2-3 വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെ ഡ്യൂട്ടി ചെലുത്താനും 40-50% കൂടുതൽ ഇറക്കുമതി ചുങ്കം ചുമത്തി ഇറക്കുമതിയുടെ ഒഴുക്ക് തടയാൻ സർക്കാരിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറല്ലെങ്കിൽ വ്യവസായികൾക്ക് അനുകൂലമായിട്ട് എന്തുമാത്രം വേണമെങ്കിലും ഇറക്കിക്കോ, കർഷകർ തകർന്നോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഉടമ്പടികളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? റൈറ്റ് PC സിറിയക്, ഞാൻ തിരിച്ചു വരാം. ശ്രീ PJ ജെയിംസ്, ഈ കരാറിൽ തന്നെ, ഈ അന്തർദേശീയ വ്യാപാര കരാറിൽ തന്നെ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. സ്വദേശത്തെ ആഭ്യന്തര വിപണിയിലെ ഉൽപ്പന്നങ്ങൾക്ക് വിലത്തകർച്ചയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ട അവസ്ഥ വരുമ്പോൾ സർക്കാരുകൾക്ക് തന്നെ ഇറക്കുമതിയെ നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിൽ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് വരുന്ന വീഴ്ചയാണ് പ്രശ്നം, അല്ലാതെ കരാർ അല്ല പ്രശ്നം എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അല്ല, ഈ കരാറും ഭരണകൂട നയവും എല്ലാം പരസ്പരം ബന്ധിതമാണ്. വിഷയം ഏട്ടിലെ പശു പുല്ലുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ നമ്മളിതിലെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വ്യവസ്ഥകൾ ആരാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ തായ്ലൻഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഏക്കർ റബ്ബർ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ മറ്റ് റബ്ബർ കൃഷിയൊക്കെ തന്നെ മറ്റു കാര്യങ്ങൾക്കായി അത്രയും റബ്ബർ കൃഷി അവസാനിപ്പിച്ചു. കാരണം ഇപ്പോൾ ലോക സമ്പദ്ഘടന തന്നെ വലിയൊരു മാന്ദ്യത്തിലാണെന്നുള്ള വിവരം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കഴിഞ്ഞ 2008 ശേഷം ഈ സാമ്പത്തിക നയങ്ങൾ, അതായത് ഈ ഉൽപ്പാദന മേഖലകൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ സാധാരണക്കാരുടെ ക്രയശേഷി, കർഷക ജനതയുടെയും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ക്രയശേഷി ഉയർത്താത്ത ഈ സാമ്പത്തിക നയങ്ങൾ, കുത്തകളുടെയും കോർപ്പറേറ്റുകളുടെയും ലാഭം വർദ്ധിപ്പിക്കുന്ന ഈ ലോക നയം, അതിൻ്റെ ഫലമായിട്ട് ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അപ്പോൾ ചെമ്പിൻ്റെ വില ഇടിഞ്ഞു, 50% കണ്ട് ഇടിഞ്ഞു പോയി. സ്റ്റീലിൻ്റെ വില 50% കണ്ട് ഇടിഞ്ഞു പോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന റബ്ബർ, ഇങ്ങനെയുള്ള എല്ലാ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ വിലയും ലോകത്തിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സമ്പന്ന രാജ്യങ്ങളാണ് ഈ വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശ്രീ PC സിറിയക് പറഞ്ഞ വിഷയം, ഈ വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നത് സമ്പന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്ക വളരെ കൃത്യമായും ഇപ്പോൾ ലോക വ്യാപാര സംഘടനയിൽ അമേരിക്ക അംഗമാവുമ്പോഴും ലോക വ്യാപാര സംഘടനയുടെ ഇത്തരം വകുപ്പുകൾ, വ്യവസ്ഥകൾ, ബ്ലൂ ബോക്സ് ആയാലും ആംബർ ബോക്സ് ആയാലും അല്ലെങ്കിൽ ഗ്രീൻ ബോക്സ് ആയാലും വിവിധ വകുപ്പുകളിൽ അവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് അവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നു. നമ്മുടെ ഭരണകൂടവും ഇവിടുത്തെ ഭരണാധികാരികളെന്ന് പറഞ്ഞാൽ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ, ഇവിടുത്തെ സമ്പന്ന രാജ്യങ്ങളുടെ അവരുടെ കമ്മീഷൻ വാങ്ങിക്കുന്നവരാണ്. അവർക്ക് രാജ്യത്തോട് കൂറില്ല. ഈ രാജ്യത്തെ ജനങ്ങളല്ല അവരുടെ അജണ്ട. അവർ സ്വിസ് ബാങ്കിൽ നിക്ഷേപം നടത്തുന്ന ദേശവിരുദ്ധ താല്പര്യങ്ങളാണ് പ്രകടമാക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. വെറും സാമ്പത്തികമായി കരാറിൻ്റെ പ്രശ്നം എന്നുള്ള നിലയ്ക്കല്ല, ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇവിടുത്തെ കർഷക ജനതയുടെ, ഇവിടുത്തെ അധ്വാനിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കഴിയാത്ത ആശ്രിതരായ ഈ പറയുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പുതിയ കോളനികളായി മാറിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഡിഫോക്കസ് തുടരുന്നു. ശ്രീ PC സിറിയക്, 10,000-കണക്കിന് സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്ന ഒരു കരാറാണിത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു കരാർ നടപ്പാക്കുമ്പോൾ ചില ഉൽപ്പന്നങ്ങൾക്കും ചില പ്രദേശങ്ങൾക്കും സ്വാഭാവികമായി ചില നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അത്തരത്തിൽ വരുന്ന ചെറിയ നഷ്ടങ്ങൾ മാത്രമാണോ കേരളത്തിൻ്റെ നാണ്യവിളകളെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൻ്റെ ഭാഗമായി വിലക്കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ, തകർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കുന്നത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ മുഴുവനായി കാണണം. രാജ്യത്തിൻ്റെ പല മേഖലകളിലുമുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മറ്റ് രാജ്യത്ത് വിപണി തുറന്നു കിട്ടും. മാത്രമല്ല അതിൻ്റെ ഭാഗമായി ആ ഉൽപ്പാദന മേഖല മെച്ചപ്പെടുന്നുണ്ടാകാം. നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ചില തകർച്ചകളുണ്ട്. അത്തരം പ്രാദേശികമായി ചെറിയ ഒരു കരാറിൻ്റെ, ഈ ആസിയാൻ കരാറിൻ്റെ ചെറിയ ചില പ്രത്യാഘാതങ്ങളായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? അല്ല, ഈ കരാർ മൊത്തത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായിട്ട് നാം വായിക്കേണ്ടതുണ്ടോ? കരാർ മുഴുവനായിട്ട് തള്ളിക്കളയേണ്ട ഒരാവശ്യമില്ല.
രാജ്യത്തിൻ്റെ വലിയ താല്പര്യങ്ങളൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ കരാർ ആവശ്യമാണ്. നമ്മുടെ ട്രേഡ്, നമ്മുടെ വാണിജ്യ പ്രവർത്തികളെല്ലാം വികസിക്കേണ്ടിയിരിക്കുന്നു. രാജ്യം പുരോഗമിക്കണം. ഈ കരാർ വന്നു കഴിഞ്ഞ പിന്നെയാണ് റബ്ബറിന് 200 രൂപയിൽ കൂടുതൽ വില കിട്ടിയതും എന്നൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓരോ ഉൽപ്പന്നത്തിനും, കുരുമുളകിനും നാളികേരത്തിനും എല്ലാം വില കയറി ഇറങ്ങിയിരിക്കും. കയറിയാൽ നല്ല കാര്യം. പക്ഷേ ഇറങ്ങാൻ തുടങ്ങിയാൽ കർഷകരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ വേണ്ട നടപടിയെടുക്കണം. അതിന് ഈ കരാറിൽ തന്നെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് സർക്കാർ മൗനമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ അനാവശ്യമായ ഇറക്കുമതി വരും. ഇന്ന് പത്രങ്ങളിലെല്ലാം വളരെ രസാവഹമായ ഒരു വാർത്ത കണ്ടു. റബ്ബറിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വിദേശ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ മൂലധന നിക്ഷേപം സ്വാഗതം ചെയ്യാൻ പോകുന്നു. ഇത് വായിച്ചാൽ ചിരിക്കുകയാണോ കരയുകയാണോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇത്തരത്തിലാണ് സർക്കാരിൻ്റെ നടപടികൾ. എന്നിട്ട് കരാറുകളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഈ ആസിയാൻ കരാറിലും ലോക വാണിജ്യ കരാറിലും എല്ലാം വ്യവസ്ഥയുണ്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്നുള്ള ഒരു ഡ്യൂട്ടി ലെവി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡംപിങ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വേറൊരെണ്ണമുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ തടുക്കാൻ വേണ്ടി വേറൊരു പ്രത്യേക പ്രൊവിഷനുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം നിയമത്തിലുണ്ട്. അത് ആവശ്യമുള്ളിടത്ത് സന്ദർഭം അനുസരിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ വ്യവസായികളുടെയോ മറ്റേതെങ്കിലും തൽപര കക്ഷികളുടെ കൈക്കൂലി വാങ്ങിക്കൊണ്ട് നിശബ്ദത പാലിക്കുകയാണെങ്കിൽ പിന്നെ പാവം കർഷകർക്ക് നിവൃത്തിയൊന്നുമില്ല, സമരം ചെയ്യാതെ വേറെ രക്ഷയില്ല. ആ സ്ഥിതിയിലേക്ക് വരികയാണ്. ശ്രീ പി സി സിരിയ, കരാറിലുള്ള വ്യവസ്ഥകൾ നടപ്പാക്കാൻ നമ്മുടെ സർക്കാരിന് ചില പ്രതിബന്ധങ്ങളില്ലേ? ഉദാഹരണത്തിന് 2019 ആകുമ്പോഴേക്കും കുരുമുളകിൻ്റെ ഇറക്കുമതി ചുങ്കം 50% കൊണ്ടുവരണമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വിയറ്റ്നാം തുടങ്ങിയ വളരെ മെച്ചപ്പെട്ട ഉൽപ്പാദന ചെലവ് കുറവുള്ള രാജ്യങ്ങളിൽ നിന്ന് കുരുമുളക് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമല്ലേ നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കുരുമുളകിന് വില കുറയുക എന്നത് അതിൻ്റെ ഒരു അനന്തരഫലമാണ്. അത് സ്വാഭാവികമാണ്. അങ്ങനെയല്ലേ? അങ്ങനെ വില കുറഞ്ഞ് ഇവിടുത്തെ വില തീരെ കുറഞ്ഞ് ചെറുകിട കർഷകരുടെ ജീവസന്ധാരണം അപകടത്തിലാകുന്ന സ്ഥിതി വന്നാൽ അവർക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഒരു ചുങ്കം ചുമത്താനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ട്. ആ നിയമം അനുസരിച്ച് ചുങ്കം ചുമത്താൻ വേണ്ടി ഒരു ഡയറക്ടർ ജനറൽ സേഫ് ഗാർഡ്സ് എന്നും പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വിവരം അറിയാവുന്നവർ, വ്യവസായികളും മറ്റും, ഓരോ വ്യവസായ ഉൽപ്പന്നം അമിതമായ ഇറക്കുമതി കൊണ്ട് ഞങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പെറ്റീഷൻ കൊടുക്കുന്നു, അപേക്ഷ സമർപ്പിക്കുന്നു, വിചാരണ നടക്കുന്നു, അധിക ചുങ്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടയർ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഒരു അസംസ്കൃത വസ്തുവാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഈ കാർബൺ ബ്ലാക്കിൻ്റെ ഇറക്കുമതി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കാർബൺ ബ്ലാക്ക് ഉൽപ്പാദകർക്ക് ന്യായവില കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഡ്യൂട്ടി ചുമത്താവുന്നത് ഇത്രയേ ഉള്ളൂ മാക്സിമം. അത് മാത്രം ചുമത്തിയാൽ ഞങ്ങളുടെ ജീവസന്ധാരണം മുട്ടും. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തണം എന്നൊരു അപേക്ഷ സമർപ്പിച്ചു. അത് സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ ഡയറക്ടർ ജനറൽ അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരും കൂടുതൽ ചുങ്കം ചുമത്തി കാർബൺ ബ്ലാക്കുകാരെ രക്ഷപ്പെടുത്തി. അപ്പം കാർബൺ ബ്ലാക്കുകാരെ രക്ഷപ്പെടുത്താൻ നിയമമുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുരുമുളക് കർഷകരെയും റബ്ബർ കർഷകരെയും രക്ഷപ്പെടുത്താനും ഇതേ നിയമം ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അക്കാര്യം പറയേണ്ടത് നമ്മുടെ MP-മാരും നമ്മുടെ ജനപ്രതിനിധികളും കേരള സർക്കാരും. ഇവർ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കർഷകന് ഇത്തരത്തിലുള്ള ഇറക്കുമതികളിലുണ്ടാകുന്ന ദൂഷ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. PCC ഞാൻ തിരിച്ചു വരാം. ശ്രീ PJ ജെയിംസ്, നമ്മുടെ സർക്കാരുകൾക്ക്, പ്രാദേശിക സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ ആസിയാൻ കരാർ മൂലം ഇപ്പോൾ നമുക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്, നമ്മുടെ റബ്ബറിന് തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്നു. നാളികേരത്തിൻ്റെ വിലയിടിവിനും ഇത്തരം കരാറുകൾ കാരണമാകുന്നു എന്ന ആക്ഷേപമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മൂല്യവർദ്ധനവിലൂടെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ, ഉദാഹരണം പറയാം, തേങ്ങയുടെ, നാളികേരത്തിൻ്റെ വിലത്തകർച്ച തടയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. മാത്രമല്ല റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരംഭിച്ച് മൂല്യവർദ്ധിത റബ്ബറിൻ്റെ വിലത്തകർച്ച തടയാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇതൊന്നും സാധിക്കാതെ കേവലം നമ്മുടെ സംസ്ഥാന സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരായാലും കരാറിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശ്വാസം കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ?
വിശാലമായൊരു ക്യാൻവാസിൽ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിപ്പോൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പാർലമെൻറ്റ് എംപിമാരൊക്കെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. ഈ പറയുന്ന നയങ്ങളൊക്കെ തന്നെ കൈപൊക്കി പാസ്സാക്കി പോരുകയാണ്. ഇപ്പോൾ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, റബ്ബർ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി തന്നെ ആ കർഷകർ തകരുമ്പോഴും അവരുടെ കാര്യങ്ങളല്ല, അവർക്ക് മറ്റു പല കാര്യങ്ങളും പൈസ ഉണ്ടാക്കുക, അവരുടെ കുംഭ വീർപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ പെട്രോളിയത്തിൻ്റെ വില എടുക്കൂ. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ വില ഇങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 60%, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 60% കണ്ട് ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സിന്തറ്റിക് റബ്ബർ ഇപ്പോൾ വില കുറവാണ്. കാരണം സിന്തറ്റിക് റബ്ബർ ഉൽപ്പാദനം വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിയും. അപ്പോൾ ആ രൂപത്തിൽ ഈ പല ഉൽപ്പന്നങ്ങൾ ഇപ്പം ഇവിടെ സ്വാഭാവിക ഉൽപ്പന്നങ്ങൾ റബ്ബറിൻ്റെയൊക്കെ തന്നെ അതിനെയൊക്കെ തന്നെ പകരം വയ്ക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിപണി കൈയടക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കേരളത്തിലെ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇവിടെ ലക്ഷക്കണക്കിന് 3 ലക്ഷത്തോളം കർഷകർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഇവിടെ കാർഷിക മേഖലയിൽ വലിയ ഈ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ കർഷക ജനത ഡീപെസൻറ്റൈസേഷനാണ്. കർഷക ജനത പാപ്പരീകരിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ നയങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അതിപ്പോൾ കരാറിൻ്റെ പ്രശ്നങ്ങൾ, കരാറാണ് കുഴപ്പം അല്ലെങ്കിൽ അതല്ല, ആ രീതിയിലുള്ളൊരു ചർച്ച ഈ കരാറുമായി ബന്ധപ്പെട്ട ആഭ്യന്തര നയങ്ങളും ബജറ്റിലൂടെ എടുക്കുന്ന നയങ്ങളും ബജറ്റേതര നയങ്ങളും സംസ്ഥാന നയങ്ങളും എല്ലാം തന്നെ ആത്യന്തികമായി ഇവിടുത്തെ കോർപ്പറേറ്റ് മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡീ ഫോക്കസിലേക്ക്, ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഡി ഫോക്കസ് തുടരുന്നു. ശ്രീ പി ജെ ജെയിംസ്, ഓരോ ദിവസം കഴിയും തോറും ആഗോള വിപണിയുടെ സമ്മർദ്ദം രാജ്യത്തിനുമേൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ കരാറുകളിലേക്ക് രാജ്യം പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ആഘാതങ്ങൾ, ഈ കരാർ എങ്ങനെ നമ്മുടെ കാർഷിക മേഖലയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, സ്വാധീനിക്കും എന്ന രീതിയിൽ കൃത്യമായ പഠനം നടത്താനുള്ള ഒരു സംവിധാനം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴുണ്ടാവും? ഈ പഠനത്തിൻ്റെ ഒരു അഭാവം മാത്രമല്ല, ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം, താല്പര്യങ്ങളുടെ വിഷയമാണ്. ഇപ്പോൾ പഠനം നമുക്ക് ഇനിയും നടത്താം. പക്ഷേ ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗം നമ്മുടെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ, ഇവിടുത്തെ കാർഷിക മേഖലയെയും ഇവിടുത്തെ വ്യവസായ മേഖലയെയും പരസ്പര ബന്ധിതമായി ഒരു കാർഷികാധിഷ്ഠിത വ്യവസായവൽക്കരണം, അതോടൊപ്പം തന്നെ വ്യവസായികളും കൃഷിയും തമ്മിലുള്ള പരസ്പര ബന്ധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാധാരണക്കാരുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും കർഷക ജനതയുടെ ഉപഭോഗശേഷി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന, അപ്പോൾ വിദേശ വിപണിയെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ വിദേശ വിപണിയെ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണിയുമായി സമത്വത്തിൻ്റെയും സന്തുലിതത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു വിദേശ വ്യാപാര നയം ആവിഷ്കരിക്കുന്നതോടൊപ്പം നമ്മുടെ ആഭ്യന്തര സമ്പദ്ഘടനയിൽ ഊന്നുകയും ഇവിടുത്തെ കൃഷിയെയും വ്യവസായത്തെയും പരസ്പരം ബന്ധിതമായി കാണുന്ന സാമ്പത്തിക നയമാണ് ആവശ്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ പി സി സിറിയക്ക, ആസിയാൻ കരാർ നമ്മുടെ കാർഷിക മേഖലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് പഠനങ്ങൾ തന്നെ വരുന്നു. ഇനി എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ചെയ്യാനുള്ളത്? കേരളത്തിലെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഓരോ കൃഷിക്കും, എല്ലാ കൃഷിക്കും പൊതുവായിട്ടൊന്നും പറയാൻ നിവൃത്തിയില്ല. ഓരോ കാർഷിക ഉൽപ്പന്നത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇപ്പം നാളികേരത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ വിലത്തകർച്ച ഇല്ല. ഇതാ വിലത്തകർച്ച വരുന്നു, വില ഇടിയുന്നു എന്ന് പറഞ്ഞൊരു കള്ളപ്രചരണം നടത്തി ചില തൽപര കക്ഷികൾ കൊപ്രയുടെയും മറ്റും വില ഇടിക്കാനും അങ്ങനെ നാളികേരത്തിൻ്റെ വില ഇടിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അത് നാളികേര വികസന ബോർഡ് യഥാസമയത്ത് തന്നെ ഇടപെട്ട് കാര്യം വ്യക്തമാക്കി ഒരു പ്രതിസന്ധിയും ഇല്ല, ആപത്തും ഇല്ല എന്ന്. ഇതുപോലെ തന്നെ ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, അനിയന്ത്രിതമായി ഇറക്കുമതിയുടെ ഒഴുക്ക് കഴിഞ്ഞ കൊല്ലം 4.5 ലക്ഷം ടൺ ഇറക്കി, ഇക്കൊല്ലം 5 ലക്ഷം കവിയും. ഇത്രയധികം ഇറക്കേണ്ട ആവശ്യം എന്താ ഇവിടെ? ഇത്രയധികം ഇറക്കിയാൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്താകുന്നു? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കർഷകരുടെ സ്ഥിതി എന്താകുന്നു? അപ്പോൾ ഈ ഇറക്കുമതിയുടെ ഒഴുക്ക് തടയണം. അതിപ്പോൾ എന്ത് ചെയ്യുന്നു? കരാറായിപ്പോയി, ലോക വ്യാപാര കരാറായി, ഞങ്ങൾക്ക് രക്ഷയില്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കൈവെക്കുന്നതിന് പകരം കരാറിലെ വ്യവസ്ഥകൾ വായിച്ചു നോക്കണം, മനസ്സിലാക്കണം. അത് സേഫ് ഗാർഡ് ഡ്യൂട്ടി തുടങ്ങിയുള്ള ചുങ്കങ്ങൾ ചുമത്താനുള്ള വ്യവസ്ഥയുണ്ട്, അത് നടപ്പിലാക്കണം. പിന്നെ മറ്റ് കുരുമുളക് തുടങ്ങിയുള്ള ഉൽപ്പന്നങ്ങളുടെ കാര്യമാണെങ്കിൽ
നമ്മളും കുറേ അധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം. റബ്ബറിൻ്റെയൊക്കെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഉൽപ്പാദനക്ഷമത നേടിയെടുത്തിട്ടും ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഗവൺമെൻറ് ഇടപെട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി വേണം. കുരുമുളകിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ എടുക്കണം. അതിന് ഗവേഷകർ നടപടിയെടുക്കണം, വിജ്ഞാന വ്യാപകർ നടപടിയെടുക്കണം. സർക്കാരും വിപണിയിൽ ഇടപെട്ട് വില ഏത് അഗ്രികൾച്ചർ ഉൽപ്പന്നത്തിൻ്റെ വിലയും ഒരു നിശ്ചിത പരിധിക്ക് താഴോട്ട് പോകുന്നത് തടയണം. വേണ്ടി വന്നാൽ ആ തറവില ന്യായവില സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടണം. വളരെ നന്ദി. ഒപ്പം പി ജെ ജെയിംസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡി ഫോക്കസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.